പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡ് സൗദി അറേബ്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് പുതിയ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ സെലീന വെഗ ജൂലിയക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ സ്ട്രീറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ടീം വൈറ്റ് സിക്സിലെ ജോ ഗേസി, ഡെക്സ്റ്റർ ലൂമിസ് തുടങ്ങിയവർക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ടാഗ് ടീം ടൈറ്റിൽ മത്സരം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ വുമൻസിൻ്റെ ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ നയ ജാക്സിനെതിരെ ലാസ്റ്റ് വുമൺ സ്റ്റാൻഡിംഗ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നയ ജാക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രൊമോ സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു. റീമാച്ചാണ് നയ ജാക്സ് ആവശ്യപ്പെട്ടത്. അങ്ങോട്ടേക്ക് ടിഫനി സ്ട്രാറ്റൻ കടന്നു വരികയും ടിഫനി സ്ട്രാറ്റന് ലാസ്റ്റ് വുമൺ സ്റ്റാൻഡിംഗ് മത്സരമായിട്ട് അടുത്ത ആഴ്ച നയ ജാക്സിന് ഒരു റീമാച്ച് കൊടുക്കാമെന്നുള്ളതും പറയുന്നു. അവസാനം അതൊരു ഫൈറ്റിലേക്ക് എത്തുന്നുണ്ട്. ഫൈറ്റിൽ നയ ജാക്സിനാണ് ഒരു മേധാവിത്വം കിട്ടിയത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് മിസ്സിസ് മണി ഇൻ ദ ബാങ്കായ നയോമി ക്യാഷിൻ ശ്രമം നടത്തുന്നുണ്ട്. നയ ജാക്സ് അത് തടഞ്ഞിടുന്നു. എന്നിട്ട് ടിഫനി സ്ട്രാറ്റൻ നേരെ വന്നിട്ട് നയോമിയെ അടിച്ച് പുറത്തേക്ക് ഇടുമ്പോൾ അത് നയ ജാക്സിൻ്റെ മേത്തേക്ക് വിടുന്നു. ആ ടൈറ്റിലും എടുത്തിട്ട് ടിഫനി സ്ട്രാറ്റൻ അവിടെ വിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഒരു ഗംഭീര 3 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് സൗദി അറേബ്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, സ്മാക്ഡൗണിലെ ആദ്യ മത്സരം ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ സെമി ഫൈനൽ മത്സരമായിരുന്നു. ആസ്ക വേഴ്സസ് അലക്സിയ ബ്ലിസ് തമ്മിലുള്ള മത്സരം. പ്രതീക്ഷിച്ച അത്ര ഒരു ഗംഭീര പ്രകടനം രണ്ട് റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഈ മത്സരത്തിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ പ്രഡിക്ഷനിൽ പറഞ്ഞ പോലെ അലക്സിയ ബ്ലിസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിൻഫോളിലൂടെയുള്ള ഒരു വിജയമായിരുന്നു. ആസ്കയുടെ ഫൈനലിലെ എതിരാളി ആരായിരിക്കുമെന്ന് ഈ ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന ജേഡ് കാർഗിൽ വേഴ്സസ് റോക്സിനി പെരസ് തമ്മിലുള്ള രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിലൂടെ കൺഫേം ചെയ്യും. മൂന്നാമത്തെ അപ്ഡേറ്റ് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിനെ സംബന്ധിച്ചാണ്. ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ സാമി സെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റാൻഡി ഓർട്ടൺ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കിടിലമായിട്ടുള്ള ഒരു മത്സരവും കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസുമാണ് റാൻഡി വേഴ്സസ് സാമി മത്സരത്തിലൂടെ കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടന് ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ മത്സരിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളത് തോന്നിപ്പിച്ചു പോകുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രകടനമാണ് റാൻഡിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. റാൻഡി ഓർട്ടൻ്റെ ഒരു പീക്ക് ടൈമിൽ റാൻഡി എങ്ങനെയാണ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് റാൻഡിയുടെ ഈ മത്സരത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മത്സരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ 4 റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ആദ്യം വന്നത് കോഡി റോഡ്സ് ആണെങ്കിലും കോഡി റോഡ്സിന് മൈക്കിൽ ഒരൊറ്റ വാക്ക് പറയാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രൊമോയായിരുന്നു പിന്നീട് ജെ ഊസോയും സാമി സെയിനും റാൻഡി ഓർട്ടനും നടത്തിയത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വാക്കുകൾ കൊണ്ട് ജെ ഊസോ, സാമി, റാൻഡി തുടങ്ങിയവർ ആധിപത്യം നേടിയപ്പോൾ അവിടെ ഒന്നും മിണ്ടാതെ നിന്ന കോഡി റോഡ്സ് ഈ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ വിജയസാധ്യത വളരെ കൂടുതലുള്ള ഒരു റെസ്ലറായി മാറിയിട്ടുണ്ട്. ഇനി ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിൽ കോഡി റോഡ്സ് വേഴ്സസ് ജെ ഊസോ തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കുന്ന റെസ്ലർ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ഫൈനലിൽ റാൻഡി ഓർട്ടനെതിരെ നേരിടും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നാലാമത്തെ അപ്ഡേറ്റ്, അടുത്ത ശനിയാഴ്ച സൗദി അറേബ്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് പുതിയ മത്സരം കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റു സോളോസിക്കോവയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. നമുക്കിന്ന് ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിക്കുകയുണ്ടായി. സോളോസിക്കോവ റിങ്ങിലേക്ക് വരുന്നു, എന്നിട്ട് ജേക്കബ് ഫാറ്റുവിനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു. ജേക്കബ് ഫാറ്റുവിനോട് പറയുന്നുണ്ട്, ഫാമിലി ആണ് നമ്മളെല്ലാവരും, അതുകൊണ്ട് തന്നെ അതിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ മറന്ന് നീ ഒരൊറ്റ വേർഡ് പറഞ്ഞാൽ മതി, ഐ ലവ് യു സോളോ എന്നുള്ളത്. ഞാൻ വേണമെങ്കിൽ ഐ ലവ് യു ജേക്കബ് ഫാറ്റു എന്ന് പറയാം. അതിന് എനിക്ക് യാതൊരുവിധ നാണവുമില്ല, എനിക്ക് അതിന് യാതൊരുവിധ മാനക്കേടുമില്ല എന്നൊക്കെ പറഞ്ഞ് ജേക്കബ് ഫാറ്റുവിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി സോളോസിക്കോവ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജേക്കബ് പറയുന്നത്, നീ എന്നെ ഒരു പൊട്ടനായിട്ടാണ് കണ്ടത്, നിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് നീ എന്നെ ഉപയോഗിച്ചത്. ഇപ്പോൾ നിനക്ക് എന്നോട് അസൂയാണ്, കാരണം ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എൻ്റെ കൈവശം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ ഈ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി എനിക്കെതിരെ മത്സരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഒരു ചലഞ്ച് ചാമ്പ്യനായ ജേക്കബ് ഫാറ്റു സോളോസിക്കോവയുടെ മുന്നിലേക്ക് വെക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫേമസ് ക്യാച്ച് പ്രൈസ് പറയാൻ പോകുന്ന ഒരു സമയത്ത് സോളോസിക്കോവ സമൺ സ്പൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ജേക്കബിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് തടഞ്ഞ് സോളോയെ ആക്രമിക്കുന്നു. ജെസി മെറ്റായോ വന്നിട്ട്
ജേക്കബിൻ്റെ പിറകിലൂടെ ആക്രമിക്കുന്നു. ജിമ്മി ഊസോ വന്നിട്ട് ഒരു രക്ഷപ്പെടുത്തൽ ജേക്കബ് ഫാറ്റുവിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. സോളോസിക്കോവ, ജെയ്സി മെറ്റായോ തുടങ്ങിയവരൊക്കെ ജിമ്മിയെ ആക്രമിക്കുമ്പോൾ ജേക്കബ് ഫാറ്റു തിരിച്ചും ജിമ്മിയെ സഹായിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷർ മൂവായ മൂൺ സോൾട്ട് സോളോയ്ക്കെതിരെ ചെയ്യാൻ പോകുന്ന ഒരു സമയത്ത് സോളോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതും പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഈ റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അഞ്ചാമത്തെ അപ്ഡേറ്റ് LA നൈറ്റ് എന്ന താരത്തിനെ ഇന്നത്തെ സ്മാക്ഡൗണിൽ പ്രസൻറ്റ് ചെയ്ത രീതിയെ സംബന്ധിച്ചാണ്. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് LA നൈറ്റിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. LA നൈറ്റ് എന്ന് പറയുന്ന താരം സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷനെതിരെ നിന്ന ആ ഒരു സെഗ്മെൻറ്റുകളെ സംബന്ധിച്ചും മൊമെൻറ്റ്സിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിക്കുന്നു. ഓരോരുത്തരെയും എണ്ണി തീർത്ഥത്തിനെ സംബന്ധിച്ചും LA നൈറ്റ് സംസാരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് പോൾ ഹേമൻ്റെ ഒരു എൻട്രിയാണ് കാണാൻ സാധിച്ചത്. പോൾ ഹേമൻ വന്നിട്ട് LA നൈറ്റ് എന്ന് പറയുന്ന താരത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നീ ഒരു ടോപ്പ് സ്റ്റാറാണ്, നീ ഒരു മെഗാ സ്റ്റാറൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് LA നൈറ്റിനെ പൊക്കിയടിക്കുന്നുണ്ട്. എന്നാൽ LA നൈറ്റ് പറയുന്നത് തനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പോൾ ഹേമനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണ്, ഇവരും അത് തന്നെയാണ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോൾ ഹേമനെതിരെ മത്സരിക്കാം, നമുക്ക് ഈ ഒരു മത്സരം ഇവിടെ വെച്ച് ഇപ്പോൾ നടത്താം എന്നുള്ളത്. അപ്പോൾ പോൾ ഹേമൻ പറയുന്നുണ്ട്, നീ ഈ എറീന വിട്ട് ഈ ഒരു സ്ഥലം വിട്ട് പോയില്ലെങ്കിൽ നിനക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത്. അങ്ങനെ പറഞ്ഞ് പോൾ ഹേമൻ മത്സരിക്കുമോ എന്നുള്ളൊരു രീതിയിൽ അല്ലെങ്കിൽ LA നൈറ്റിനെ അടിക്കുമോ എന്നുള്ളൊരു രീതിയിൽ LA നൈറ്റ് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഹേമൻ റിങ് വിട്ട് ഇറങ്ങുകയും അങ്ങോട്ടേക്ക് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും വന്നിട്ട് LA നൈറ്റിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം അടിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് സ്റ്റീൽ ചെയറിൻ്റെ സഹായത്തോടു കൂടി ഇവർക്കെതിരെ ഒരു തിരിച്ചടി LA നൈറ്റിന് കൊടുക്കാൻ സാധിച്ചു. തുടർന്ന് LA നൈറ്റും ബ്രോൺസൺ റീഡും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം സ്മാക്ഡൗണിൽ നടന്നിട്ടുണ്ടായിരുന്നു. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത്. അതിനുശേഷം സുനാമി എന്ന് പറയുന്ന ഫിനിഷറും സ്പിയറും ഒക്കെ ഇട്ട് LA നൈറ്റിനെ ബ്രൂട്ടലായിട്ട് ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മൂന്ന് തവണ സുനാമി എന്ന് പറയുന്ന മൂവ് LA നൈറ്റിനെതിരെ ബ്രോൺസൺ റീഡ് ഉപയോഗിക്കുന്നുണ്ട്. 2 തവണ സ്പിയറും ബ്രോൺ ബ്രേക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ LA നൈറ്റ് എന്ന് പറയുന്ന താരത്തെ ഒരു സൂപ്പർ പവർ റെസ്ലറാക്കി കാണിക്കാൻ അവർ ഇന്നത്തെ സ്മാക്ഡൗണിൽ ഉടനീളം ശ്രമിച്ചിട്ടുണ്ട്. സ്ത്രോൺസിൻ്റെ എതിരെ നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു നമ്പർ 1 എനിമി എന്ന് പറയുന്നത് LA നൈറ്റിനെ ആക്കി കാണിക്കാൻ അവർക്ക് ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനൊരു തിരിച്ചടി LA നൈറ്റ് മിക്കവാറും ഇനി വരുന്ന റോ എപ്പിസോഡിൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ LA നൈറ്റും സെത്തും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം പ്രതീക്ഷിക്കാം. ആറാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് അലക്സ ബ്ലിസും ഷാർലറ്റും ടീം ആകാൻ പോകുന്നു എന്നുള്ള സംശയത്തെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഷാർലറ്റും ചെൽസി ഗ്രീനും തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം കാണാൻ സാധിക്കുകയുണ്ടായി. മത്സരത്തിൽ സബ്മിഷനിലൂടെ ഷാർലറ്റ് ചെൽസി ഗ്രീനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം പൈപ്പർ നെവനും അൽബ ഫെയറും ഷാർലറ്റിനെ ആക്രമിക്കുമ്പോൾ അലക്സ ബ്ലിസ് വന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലക്സ ബ്ലിസും ഷാർലറ്റും അവസാനം കൈ കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യം നിലനിർത്തിക്കൊണ്ട് അവിടെ നിന്ന് ഷാർലറ്റ് ഇറങ്ങിപ്പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഷാർലറ്റും അലക്സയും ടീം ആകുമ്പോൾ അവരുടെ ടാഗ് ടീം ടൈറ്റിലിനൊക്കെ പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള വലിയ ഒരു ചർച്ചകൾക്ക് വഴി തുറന്നിട്ടാണ് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിച്ചത്. ഇതിന് മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഷാർലറ്റും അലക്സയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് അവർ മുഖ്യമായും കാണിച്ചിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഷാർലറ്റും അലക്സയും ടീം ആകും എന്നുള്ളതല്ല, ഷാർലറ്റ് വേഴ്സസ് അലക്സ ബ്ലിസ് തമ്മിലുള്ള ഒരു ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് മത്സരത്തിലേക്കുള്ള ഒരു ബിൽഡപ്പ് മാത്രമാണ് ഇപ്പോൾ ഇവർ ടീമാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്നത്. ഇവർ ഒരിക്കലും ടീം ആകാൻ സാധ്യതയില്ല. ചെൽസി ഗ്രീനെതിരെയുള്ള മത്സരത്തിൽ വരുമ്പോൾ ഷാർലറ്റിനെ ഫേസ് ആക്കി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഷാർലറ്റ് ഹീലായി തന്നെ അലക്സ ബ്ലിസിനെതിരെ സ്റ്റോറി ചെയ്യാനാണ് സാധ്യത കൂടുതലുള്ളത്. ഇരുവരും ടീം ആകില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനമായി പങ്കുവെക്കാനുള്ളത് ജോൺസണയുടെ പൈപ്പ് ബോംബ് പ്രൊമോ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ട്രൂത്തിൻ്റെതായിട്ട് കാണാൻ സാധിച്ച സെഗ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രൂത്ത് വന്നിട്ട് ഈ പ്രെറ്റി ഡെഡ്ലി ടീമിലെ ഒരു അംഗത്തെ ആക്രമിക്കുന്നുണ്ട്. അലിസ്റ്റർ ബ്ലാക്കുമായി മത്സരിക്കാൻ പോകുന്ന കിറ്റ് വില്യൻസിനെ ആക്രമിക്കുന്നു. അതിനുശേഷം ട്രൂത്ത് മൈക്കെടുത്തുകൊണ്ട് പറയുന്നുണ്ട് ജോൺസണെതിരെയുള്ള മത്സരം ഇപ്പോൾ തനിക്ക് വേണം എന്നുള്ളത്. പിന്നെയും ഈ വില്യൻസിനെ ഒരു സബ്മിഷൻ ഇട്ട് ട്രൂത്ത് ആക്രമിക്കുന്നു. റഫറിയും ഒഫീഷ്യൽസും വന്ന് ട്രൂത്തിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. പിന്നീട് മെയിൻ ഇവൻറ്റിൽ ജോൺസണെയും ട്രൂത്തും തമ്മിലുള്ള ഒരു നോൺ ടൈറ്റിൽ സിംഗിൾസ് മത്സരമാണ് കാണാൻ സാധിച്ചത്. പതിവ് പോലെ ജോൺസനെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ മത്സരം അവസാനിപ്പിച്ചു, ട്രൂത്തിനെ വിജയിപ്പിച്ചു. എന്നിട്ട് തുടർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് CM പങ്ക് വന്നിട്ട് സേവ് ചെയ്യുന്നുണ്ട്. CM പങ്കിനെ ലോ ബ്ലോ ചെയ്തുകൊണ്ട് ടൈറ്റിലിനെ കൊണ്ട് ആക്രമിച്ച് ടേബിളിൻ്റെ മുകളിലേക്ക് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജോൺസന വലിയൊരു മേധാവിത്വം നേടി എന്നുണ്ടെങ്കിലും അവിടെ കൊണ്ട് സീന അവസാനിപ്പിച്ചില്ല. അദ്ദേഹം മൈക്കെടുത്ത് ടെൺബക്കിളിൻ്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ട് CM പങ്ക് 2011 നടത്തിയ പൈപ്പ് ബോംബ് പ്രമോ CM പങ്കിന് നേർക്ക് ജോൺസനെ നടത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് CM പങ്കിനെ സംബന്ധിച്ച് തുടക്കത്തിലെ സീന പറയുന്നത്, നിന്നെ മറ്റുള്ള ലോക്കർ റൂമിലെ നിൻ്റെ കൊളീഗ്സ് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതൊന്നും ഇവിടെ ഒരു കാര്യമല്ല. ഹൈ കോൾഡ് കവാന എന്ന് പറയുന്ന ഒരു ഫേമസ് ഒരു പ്രൊമോ
CM പങ്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സമാനമായിട്ട് ഹൈ ക്ലൈഡിയ കാസ്റ്റ്നോളി, ഹൈ സാക്ക് റൈഡറിൻ്റെ ഇപ്പോഴത്തെ പേരായ മാറ്റ് കാർഡോണ, ഡോൾഫ് സിഗ്ലറിൻ്റെ ഇപ്പോഴത്തെ പേരായ നിക് നെമത്ത്, അവർക്കൊക്കെ ഒരു ഹായ് കൊടുത്തുകൊണ്ട് അവരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള സീനയുടെ വാക്കുകളും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇവരൊക്കെ AEW TNA റെസ്ലിംഗ് കോൺട്രാക്റ്റുള്ള റെസ്ലേഴ്സാണ്. അപ്പോൾ ഇവരൊന്നും CM പങ്കിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഉദ്ധരിച്ചുകൊണ്ടാണ് സീന അവിടെ സംസാരിക്കുന്നത്. കൂടാതെ സീന പറയുന്ന മറ്റൊരു പോയിന്റ്, നീ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് എന്ന് നീ പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമില്ല, അതൊക്കെ നിന്നെ വിട്ട് പോയി. നിനക്ക് 2011 14 വർഷങ്ങൾക്ക് മുൻപ് വെറും 7 മിനിറ്റ് ആയിരുന്നു ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആയിട്ട് ഇരിക്കാൻ സാധിച്ചത്. അതിനുശേഷം നിനക്ക് ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആകാൻ സാധിച്ചിട്ടില്ല, അതിനു മുൻപോ സാധിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ചാമ്പ്യൻ ആണ് എന്നുള്ളതും ജോൺസന പറയുന്നുണ്ട്. പിന്നെ നീ പറയുന്നുണ്ട് നീ വോയിസ് ഇല്ലാത്തവരുടെ ഒരു വോയിസ് ആണ് എന്നുള്ളത്. നീ ഇപ്പോൾ ഒരു മില്യനെയർ ആണ്, നീ മിസ്റ്റർ TKO ആണ്, നീ വെറുതെ ആളുകളെ പറ്റിക്കുകയാണ്, നിനക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട്, ഒന്നും ഇല്ലാത്ത പോലെ നീ പെരുമാറുകയാണ്. നിൻ്റെ ട്വീറ്റുകളൊക്കെ ഭയങ്കര പവർഫുള്ളാണ്, പക്ഷേ നിൻ്റെ ആക്ഷൻ വളരെ വീക്കാണ്. അപ്പോൾ CM പങ്ക് എന്ന് പറയുന്ന താരം ഇപ്പോൾ ഭയങ്കര വീക്കാണ്. അദ്ദേഹം വെറും ആക്ട് ചെയ്യുകയാണ്, ആരാധകർക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്, ആരാധകർക്ക് ഒപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളത്. CM പങ്കിൻ്റെ പ്രവൃത്തിയും വാക്കുകളും തമ്മിൽ രണ്ടാണ്. CM പങ്ക് അന്നൊരു പൈപ്പ് ബോംബ് പ്രൊമോ നടത്തിയപ്പോൾ CM പങ്കിൻ്റെ മൈക്ക് കട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മൈക്ക് കട്ട് ചെയ്യാൻ ആരും ഇല്ല, കാരണം ഞാൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് എന്നുള്ളതും ജോൺസന പറയുന്നുണ്ട്. അവസാനം വലിയൊരു തെറിയും വിളിച്ചുകൊണ്ട് CM പങ്ക് ആ കിടക്കുന്ന ഒരു സമയത്ത് തന്നെ സീന അവിടെ റിങ് വിട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ നടക്കാൻ പോകുന്ന മത്സരം അതിഗംഭീരമായിരിക്കും. 2011 പൈപ്പ് ബോംബ് പ്രൊമോ ചെയ്തുകൊണ്ട് ഞെട്ടിച്ച CM പങ്കിന് നേർക്ക് ഇന്ന് ജോൺസണയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്രൊമോ ആണ് ഇന്ന് സ്മാക്ഡൗണിൽ നടത്തിയത്. ജോൺസനെ വില്ലനായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ എന്ത് ഗുണം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതിന് വലിയ ഉത്തരമായിരുന്നു ഇന്നത്തെ ഈ ഒരു പൈപ്പ് ബോംബ് പ്രൊമോ സീനയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് സംഭവ ബഹുലമായിട്ടുള്ള സ്മാക്ഡൗൺ എപ്പിസോഡായിരുന്നു. 3 മണിക്കൂർ ഷോ ആയതുകൊണ്ട് തന്നെ LA Knightനെയും ട്രൂത്തിനെയും ഒക്കെ 1-2 സെഗ്മെൻറ്റുകൾ കാണിച്ചുകൊണ്ട് ഈ 3 മണിക്കൂർ ഫിൽ ചെയ്യാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും കിടിലമായിട്ടുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ നമുക്ക് ഇന്നും കാണാൻ സാധിച്ചു. സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.